ഇവിടെ യേശുവിനോടൊപ്പമുള്ള യാത്രയാണ് അവരെ പിടിച്ചു നിർത്തുവാനായിട്ടിടയായത്. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ. ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ വരണം. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവനവിടെ അത്ഭുതം പ്രവർത്തിച്ചു തരും. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് എന്ന ഈ പ്രിയ ഭവനത്തിൽ ഒരുമിച്ച് ഒരു പ്രാർത്ഥനാ കൂട്ടമായിട്ട് കൂടി വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ലീലമാമയും മനോജും കുടുംബവും ഇവിടെ ഈ ഭവനത്തിൽ കൂദാശ ചെയ്തതിന് ശേഷം 1 വർഷം പൂർത്തീകരിക്കുന്ന അവസരത്തിൽ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടുകൂടെ അടുത്തു വരുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായിട്ട് പ്രത്യേകമായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യവും കൃപയും ഈ ഭവനത്തോടുകൂടെ ഇരുന്ന് ദൈവികമായ എല്ലാ നൽവരങ്ങളാലും നിറയ്ക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് ആധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവന് ഉറങ്ങുകയായിരുന്നു. അവർ അടുത്ത് ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറയും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ് നല്ല ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ തമ്പുരാൻ ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങൾ അവിടുത്തെ വചനത്തിന് മുൻപിലിരിക്കുമ്പോൾ ദൈവമേ, അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് വഴി നടത്തണമേ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും വഴി നടത്തണം. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഗിരിപ്രഭാഷണത്തിന് ശേഷം നടക്കുന്ന വളരെ മനോഹരമായ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തുള്ളത്. ഗിരിപ്രഭാഷണത്തിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ താഴോട്ട് വന്നപ്പോൾ ഒരു കുഷ്ഠരോഗിയെ കണ്ടു. അവന് ദൈവം സൗഖ്യം നൽകി. പിന്നീട് കഫർന്നഹൂമിലെ ശതാധിപന്റെ അടുക്കൽ ചെല്ലുകയാണ്. ഒരു സൗഖ്യത്തിന് വേണ്ടി യാചിക്കുന്നു. അവിടെ ദൈവം യേശുക്രിസ്തുവിന്റെ സൗഖ്യം അനുഭവിക്കുന്നത് നമ്മൾ തുടർന്ന് കാണുകയാണ്. പിന്നെയും മുൻപോട്ട് വരുമ്പോൾ പത്രോസിന്റെ അമ്മാവിയമ്മയുടെ പനിയെ സൗഖ്യമാക്കി മുൻപോട്ട് വരികയാണ്. അവിടെ ധാരാളം ആളുകൾ യേശുവിനെ അനുഗമിക്കുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് യേശു ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇനി അക്കരയ്ക്ക് യാത്ര പോകാം. അങ്ങനെ യേശു ഒരു തീരുമാനമെടുത്ത് അക്കരയ്ക്ക് പോകുവാനായിട്ട് തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും പറയുകയാണ്, അക്കരയ്ക്ക് ഞങ്ങളും വരികയാണ്. ആ യാത്രയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്ത് ഉള്ളത്. വളരെ ശാന്തമായി ഒഴുകിയ ആ ജലപ്പരപ്പിൽ വേഗത്തിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. ഒരുപക്ഷെ ഈ ദിവസങ്ങൾ നമ്മളെയൊക്കെ ഏറെ ഭയപ്പെടുത്തുന്നത് ചില കൊടുങ്കാറ്റുകളാണ്. ഒരുപക്ഷെ വീടിന് മുകളിൽ എന്തെങ്കിലും വന്ന് ഭവിക്കുമോ കാറ്റിനാൽ എന്ന് കരുതുന്ന ആളുകളുണ്ട്. കൊടുങ്കാറ്റ് എന്നത് ഒരു
ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അറിവില്ലാതെ ആയിരിക്കാം അവർ മുൻപോട്ട് പോകുന്നത്. പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റായിരിക്കാം അത്, എന്താണ് എന്ന് വ്യക്തമല്ല. എന്നാൽ വളരെ വേഗത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതയാത്രകളിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കൊടുങ്കാറ്റുകൾ പലപ്പോഴും പല രീതിയിൽ ആഞ്ഞടിച്ചു എന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നു, കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ എന്റെ സങ്കട ഒന്നു കേൾക്കുവാൻ. അതുകൊണ്ട് കൊടുങ്കാറ്റുണ്ട് ഈ വനദേശത്ത്. ജീവിതത്തിൽ പലതരത്തിലുള്ള കൊടുങ്കാറ്റുകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പലതരത്തിലുള്ള കൊടുങ്കാറ്റുകളായിരിക്കാം. ചില കൊടുങ്കാറ്റുകളെ ആമുഖമായി പറഞ്ഞുകൊണ്ട് ആ കൊടുങ്കാറ്റുകളെ എങ്ങനെ അവർ അഭിമുഖീകരിച്ചു, എങ്ങനെ നാം അഭിമുഖീകരിക്കണമെന്നത് വേഗത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില മരണങ്ങൾ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ചില കൊടുങ്കാറ്റായിട്ട് ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നനച്ചിരിയാത്ത വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, കുടുംബത്തിന്റെ ബലമായിരിക്കുന്നവർ, കുടുംബത്തിന്റെ തണലായിരിക്കുന്നവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത് ഒരു വലിയ കൊടുങ്കാറ്റ് ജീവിതത്തിൽ ആഞ്ഞടിച്ചു എന്ന് വരാം. എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയത്തില്ല. ജീവിതം കാറ്റിനാൽ കോളിനാൽ അലഞ്ഞ് എങ്ങനെ സംഭവിക്കുമെന്നറിയാതെ വേദനപ്പെടുന്ന ധാരാളം ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടാവാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കൊടുങ്കാറ്റ് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ആയിരിക്കാം. ചിലപ്പോൾ ജീവിതത്തിൽ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് ഉത്കണ്ഠകളായിരിക്കാം. പലരുടെയും ജീവിതത്തിൽ കൊടുങ്കാറ്റായിട്ട് നിരന്തരം ആഞ്ഞടിക്കുന്നത് ഈ ഉത്കണ്ഠയാണ്. പലതരത്തിലുള്ള ഉത്കണ്ഠകളുണ്ട്. എങ്ങനെയാണ് അടുത്ത ദിവസം മുൻപോട്ട് കൊണ്ടുപോകുന്നത്? അത് സാമ്പത്തികമായ പ്രതിസന്ധിയുടെ ഉത്കണ്ഠയായിരിക്കാം. എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? അടുത്ത ദിവസം എങ്ങനെ ഫീസ് കൊടുക്കും, എങ്ങനെ കുഞ്ഞിനെ കെട്ടിക്കും, എങ്ങനെ ജീവിതത്തിൽ ആശുപത്രിയിൽ മുൻപോട്ട് പോകും, അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഇങ്ങനെ ഉത്കണ്ഠയായിട്ട് ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. എന്താ നാളെ എൻ്റെ കുഞ്ഞിന് കൊടുക്കുമെന്ന ഉത്കണ്ഠയോടുകൂടെ ഇരിക്കുന്നവരുണ്ടായിരിക്കാം. ആദിയും വ്യാധിയും ഉത്കണ്ഠകളായി ആഞ്ഞടിക്കുമ്പോൾ, കൊടുങ്കാറ്റായി ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിനെ തരണം ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. മറ്റൊന്ന് പരാജയ ഭീതിയായിരിക്കാം. പരാജയത്തിന്റെ ഭീതി ഉണ്ടാവാം. പലരെ സംബന്ധിച്ചും പരാജയം ഒരു കൊടുങ്കാറ്റായി ജീവിതത്തിൽ തളർത്തിക്കളയാറുണ്ട്. പരാജയത്തിന്റെ കാരണങ്ങൾ പലതായിരിക്കാം. ചിലരുടെ ജീവിതത്തിൽ പരാജയം ഭീതി എന്ന് പറയുന്നത് മുൻകാലത്തിലെ ചില അനുഭവങ്ങൾ ഇങ്ങനെ ഓർക്കുമ്പോൾ താൻ തോറ്റുപോകുമോ എന്ന ചിന്ത, എങ്ങനെ മുൻപോട്ട് പോകും എന്നതിനെ കുറിച്ചുള്ള ചില ചിന്തകൾ ഒക്കെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോ ഈ പരാജയ ഭീതി ഒരു കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിൽ അഞ്ഞടിച്ചേക്കാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയമാണ്, പലതിനെ കുറിച്ചുള്ള ഭയമാണ്, ഫോബിയാസ്. അത് വളരെ ജീവിതത്തിൽ തളർത്തിക്കളയുന്ന കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. ചിലപ്പോൾ ഒറ്റപ്പെടലുകളാകാം. പലരെ സംബന്ധിച്ചും ഈ ലോക ജീവിതത്തിൽ താൻ ഒറ്റയ്ക്കാണ്. ഈ വലിയ സമൂഹത്തിന്റെ മധ്യത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും താൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ, എന്നെ കരുതുന്നവരില്ല എന്ന തോന്നൽ, എൻ്റെ ജീവിതത്തിൽ വേദനകളാണ്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ പലരെയും വളരെയേറെ സങ്കടപ്പെടുത്തിയേക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള, ഞാനിവിടെ പറഞ്ഞ വിഷയങ്ങളാകാം, പറയാത്ത വിഷയങ്ങളാകാം, പലതരത്തിലുള്ള കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ അടിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ എങ്ങനെയാണ് ഈ കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോഴും ഈ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്? ഒന്ന്, ഇവിടെ യേശുവിനോടൊപ്പമുള്ള യാത്രയാണ്
അവരെ പിടിച്ചു നിർത്തുവാനായിട്ടിടയായത്. യേശുവിനോടൊപ്പമുള്ള യാത്രയാണ് അവരെ പിടിച്ചു നിർത്തിയത്. അവിടെ നമ്മൾ കാണുന്നു, യേശു പറയുകയാണ്, ഞാനിത് അക്കരയ്ക്ക് പോവുകയാ. എന്നാൽ ചിലർക്കൊക്കെ ഒരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. എന്താണ് ആ ചാഞ്ചാട്ടം? ഒരാൾ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യാൻ അനുവാദം തരണം. യേശുവിനോടൊപ്പം ഇരിക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, അതാ എനിക്ക് എൻ്റെ അപ്പനെ ഒന്ന് അടക്കിയിട്ട് വരണം, എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ടുണ്ട്, എനിക്ക് ഇപ്പം വരാനായിട്ട് ഒരു അല്പം അസൗകര്യമുണ്ട്, ഞാൻ പിന്നീട് യേശുവിനോടൊപ്പം ചേർന്നേക്കാം. അങ്ങനെയല്ല, യേശുവിനോടൊത്ത് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നവർക്കാണ് ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. യേശുവിനോടൊത്ത് യാത്ര ചെയ്യുവാനായിട്ട്, യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഏത് ജീവിതത്തിന്റെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വന്നാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും, എന്തെല്ലാം വേദനകൾ വന്നാലും, എന്തെല്ലാം സങ്കടങ്ങൾ വന്നാലും, എന്തെല്ലാം ദുരിതങ്ങൾ വന്നാലും, അവിടെയൊക്കെ കർത്താവിനോടുകൂടെ ചേർന്ന് ജീവിക്കുവാനായിട്ട്, പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്നതാണ് ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കാണുന്നു, ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. യേശുവിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആരുടെയും ജീവിതത്തിൽ തിരമാലകളോ കാറ്റോ കോളോ ആഞ്ഞടിക്കുകയില്ല എന്നുള്ളതല്ല. എന്നാൽ എൻ്റെ കർത്താവിനോടൊപ്പം യാത്ര ചെയ്താൽ ആ തിരമാലകളെ അതിജീവിക്കുവാനായിട്ട് കരുത്ത് തരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കൊടുങ്കാറ്റുണ്ടായാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് യേശുവിനെ അടുക്കിലേക്ക് ചെല്ലുക എന്നതാണ്. യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക എന്നതാണ്. യേശു അവിടെ ഉറങ്ങുകയാണ്. യേശു അവിടെ ആ പടകിൽ വിശ്രമിക്കുകയാണ്. അവിടെ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്ന് യേശുവിനോട് പറയുകയാണ്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി യേശുവിന്റെ ശ്രദ്ധയെ തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വിശ്വാസം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ വിടുവിച്ചു. അതുകൊണ്ട് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഈ തമ്പുരാന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ആ തമ്പുരാന്റെ സാന്നിധ്യത്തിന്റെ അരികിലേക്ക് ചെല്ലുമെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കും. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ബാർബർ ഷോപ്പിൽ തലമുടി വെട്ടാനായിട്ട് ചെന്നു. അയാളൊരു ബാർബർ ഒരു നിരീശ്വരവാദിയായിരുന്നു. ഈ ചെന്നയാളൊരു വിശ്വാസി. അങ്ങനെ ഇയാളെ ഒന്ന് പറഞ്ഞ് അയാൾ ദൈവവിശ്വാസത്തെ ഒന്ന് ഇകഴ്ത്തി കാണിക്കുവാനായിട്ട് അയാൾ പറഞ്ഞു, ദൈവം എന്നൊരാളില്ല, ദൈവം എന്നൊരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, ഞാനൊക്കെ ഇങ്ങനെയായി തീരുമായിരുന്നു എന്നൊക്കെ ഈ മനുഷ്യൻ ബാർബർ ഇവിടെ തന്റെ അടുക്കൽ വന്ന മനുഷ്യനോട് പറഞ്ഞു. അയാൾ ഒന്നും പറയാതെ ഇതൊക്കെ കേട്ടിരിക്കുകയാണ്. എന്താ പറയുക? ഇയാളോട് ഉത്തരം പറയുവാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ പൈസയൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദൂരെ നിന്ന് ഒരു മനുഷ്യൻ വരുന്നു. അയാളുടെ തലമുടി മുഴുവൻ നീട്ടി വളർത്തിയതാണ്, താടി വളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിലൊരു ചെറിയ ചിന്തയുണ്ടായിട്ട് ഈ മനുഷ്യന്റെ അടുക്കലേക്ക്, ബാർബറുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, സഹോദര, ഈ ദേശത്ത് ഒരു ബാർബർ ഇല്ല, ഈ ദേശത്തൊരു ബാർബർ ഇല്ല. അയാൾ പറഞ്ഞു, നീ എന്തും പറയുന്നത്? ഞാനൊരു ബാർബറാണ്, ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തലമുടി വെട്ടിക്കൊടുക്കുവാനായിട്ടാണ് ഇരിക്കുന്നത്. അല്ല, ഇവിടെ ഒരു ബാർബർ ഇല്ല. അവർ തർക്കിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നീ പുറത്തേക്കൊന്ന് വന്നേ, ആ വരുന്ന മനുഷ്യനെ നോക്കി, അയാളുടെ തല മുടി ഇത്രയും നീണ്ടിരിക്കുകയാണ്, താടി ഇത്രയും നീണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാർബർ പറഞ്ഞൊരു കാര്യമുണ്ട്, തലമുടി വെട്ടണമെങ്കിൽ അയാൾ എൻ്റെ അടുക്കലേക്ക് വരണം, എൻ്റെ അടുക്കലേക്ക് വരണമെങ്കിലേ എനിക്ക് വെട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ വരണം. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ
അവനവിടെ അത്ഭുതം പ്രവർത്തിച്ചു തരും. ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. തളർന്നു പോകാമായിരുന്ന അവസരങ്ങളിൽ, വേദനകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാമായിരുന്ന അവസരങ്ങളിൽ, സങ്കടങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാമായിരുന്ന അവസരങ്ങളിൽ, ഈ പടക് മുങ്ങിപ്പോകാമായിരുന്ന അവസരങ്ങളിൽ, ഇതാ അവിടെ ഈ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. അവരുടെ വലിയ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരു വലിയ വ്യതിയാനം സംഭവിക്കുവാനായിട്ട് ഇടയാകും. മൂന്നാമതായിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ ഒരു വലിയ ശാന്തത ഉണ്ടായി. ഒരു വലിയ ശാന്തത ഉണ്ടായി. ഒരു വലിയ ശാന്തതയാണ് ഉണ്ടായത്. ഒരു എല്ലാം പ്രശാന്തമായ അനുഭവം. കാറ്റ് ശാസിച്ച്, കടലിനെ നിയന്ത്രിച്ച് തമ്പുരാൻ അവർക്ക് സുന്ദരമായ പ്രശാന്തത, ഒരു ശാന്തത അവർക്ക് നൽകുകയാണ്. ഇളകിമറിയുന്ന ജീവിതത്തിൻ്റെ വലിയ ഘോരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ അവിടെ പ്രശാന്തത പകരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇവരുടെ ജീവിതത്തിൽ ഈ വലിയ കാറ്റും കോളും ഉണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, അവരുടെ വലിയൊരു ഭയമുണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു വലിയ ഭയം ഉണ്ടായി. എന്നാൽ അതിനപ്പുറത്ത്, ആ ഭയത്തിനപ്പുറത്ത് ഒരു വലിയ ശാന്തതയും ദൈവം നൽകി. അതാണ് ആ ശാന്തത. ഈ ശാന്തതയെ പറ്റി പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്കതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. രണ്ട് തരത്തിൽ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, യേശുവിൽ ആശ്രയിച്ച് ആ ഇപ്പോഴുള്ള വലിയ അനുഭവത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. തന്നെയല്ല, കൊടുങ്കാറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അവിടെ കൊടുങ്കാറ്റുകൾ ഉണ്ടാകാതിരിക്കും. അതൊരു സാധ്യതയാണ്. എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട്. ഈ കൊടുങ്കാറ്റുകൾ കടന്നുപോയാലും അവിടെ വീഴാതെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെയൊക്കെ ഒത്തിരി മരങ്ങളൊക്കെ വീണപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഈ വീഴുന്നതിൽ മിക്കവാറും ഒരു മരമാണ് പ്രധാനമായിട്ടും വീഴുന്നത്. ഏത് മരമാ? തേക്കാണ് വീഴുന്നത്. തേക്കാണ് വീഴുന്നത്. പ്രധാനമായും വീഴുന്നത് തേക്കാണ് വീഴുന്നത്. കാരണം എന്താ? തേക്ക് വീഴാൻ കാരണം എന്നാ? വേരില്ല. താഴോട്ട് തായ് വേരിന്റെ ഒരു ബലമില്ല, തായ് വേരിന്റെ ഒരു പിടുത്തം ഇല്ല എന്നുള്ളതാണ് ഈ തേക്ക് വീഴാനായിട്ടുള്ള കാര്യം. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. എനിക്കത് അത്രയും അറിയത്തില്ലായിരുന്നു. തേക്കാണ് ഈ ഇവിടെ എല്ലാം ഇങ്ങനെ വീഴുന്നത്. അതുകൊണ്ട് ഈ റോഡ് അരികിലൊന്നും തേക്ക് വെക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ തായ്വേര് ശക്തിപ്പെടുത്തണം. കർത്താവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിയാൽ എന്തുണ്ടാവും? കാറ്റുകൾ വന്നേക്കാം, കോളുകൾ വന്നേക്കാം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. എന്നാൽ അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കും. യോബിന്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യോബിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. മക്കൾ പോയി, സമ്പത്ത് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം വന്നു. എന്നാലും എന്ത് ചെയ്തു? ദൈവത്തിൽ അടിയുറച്ച് നിന്ന്, ഈ കൊടുങ്കാറ്റ് പ്രയാസങ്ങളൊക്കെ വന്നപ്പോഴും അടിയുറച്ച് നിന്ന യോബിന് എന്ത് സംഭവിച്ചു? അതിനെ ഇരട്ടി അനുഗ്രഹം ദൈവം ദാനമായി നൽകിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഈ ഒരു വലിയ പാഠം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് കൊടുങ്കാറ്റുണ്ടാകത്തില്ലെന്നല്ല, ഈ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ പിടിച്ചു നിന്ന് പ്രശാന്തതയോടുകൂടെ നിൽക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപ നമ്മളോട് ഓരോരുത്തരോടും കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാം. വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മളെ തകർത്ത് കളയുന്ന ചില ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. കർത്താവ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം. എന്തുകൊണ്ടാണ് എനിക്ക് മറ്റുള്ള ഒരേപോലെ എനിക്ക് ഉയരാനായിട്ട് സാധിക്കാത്തതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം.
എന്നാൽ പലതരത്തിലുള്ള പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോൾ നേരിടുന്നുണ്ടാവാം. എന്നാൽ അതിനപ്പുറത്ത് പ്രശാന്തത തരുന്ന, നമ്മുടെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങിപ്പോവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം, കർത്താവെ, കൊടുങ്കാറ്റുണ്ട് ഈ വനദേശത്ത്, പ്രിയനെ എന്നെ വിടരുതേ. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ ഇന്നത്തെ ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കാം. കൊടുങ്കാറ്റുണ്ട് വനദേശത്തൻ, പ്രിയനെ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ട് വനദേശത്തൻ, എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എന്റെ സങ്കടം അങ്ങു തീർക്കണേ. കൊതിയോടു എന്റെ സങ്കടം. നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കുക. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദവും നാം എല്ലാവരോടും നമുക്ക് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വിശേഷിക്കുക ഈ പ്രാർത്ഥനാ കൂട്ടത്തോടും ഈ ഭവനത്തോടും തന്നെ മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ദൈവം അനുഗ്രഹിക്കുക, ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.